തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശേഷറുസുതാംനാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴിയിരുത്തിയ നന്മകൾക്കാർ നന്ദിയോട് സ്തോത്രം. എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ ഈ ദിവസം വരെ അവിടെങ്ങളെ കാത്തുരുവാഴ്ചവൻ കൃപകൾക്കാർ നന്ദിയോട് സ്തോത്രം. കർത്താവേ, അങ്ങ് നല്ലവനും വല്ലവനും വാക്കുമാറാത്ത ദൈവമായിരിക്കുന്ന സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രോഗ്രാമിൽ കൂടെ കർത്താവ് അനേകരെ അങ്ങയുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും വചനത്തിൽ ബലപ്പെടുത്തുവാനും അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവൻ കൃപകൾക്കാർ സ്തോത്രം. കർത്താവേ, വചനം അങ്ങയുടേതാണ്, ജനം അങ്ങയുടെ, അടിയൻ അങ്ങയുടേതാണ്. കർത്താവേ, ഈ അടിയനെ കർത്താവെ എൻ്റെ ശ്രേഷ്ഠ കൃപകളാൽ കർത്താവയുടെ നാവോടും കണ്ടത്തോടും ശബ്ദത്തോടും വാക്കുകളോടും വചസ്സലോടും ഉണ്ടായിരുന്ന കർത്താവെ, തൻ്റെ ജനത്തെ കർത്താവ് അങ്ങയുടെ വിശ്വാസത്തിന് ഉറപ്പിക്കുവാൻ, കർത്താവ് വചനത്തിന് ഉറപ്പിക്കുവാൻ അത് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രതിസന്ധിയും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ ലോകത്തിൽ കർത്താവെ, ഇന്ന് അനേകർ പട്ടുപോകുന്ന സാഹചര്യങ്ങൾ കർത്താവെ, വചന ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ അങ്ങയെ ശക്തീകരിച്ച് ബലപ്പെടുത്തി അങ്ങയിലേക്ക് ആശ്രയിക്കുന്ന മനുഷ്യരായി തീരുവാനോട് ഇടയാക്കണം. തൻ്റെ ജനത്തിന്മേൽ അങ്ങനെ കരുണയുണ്ടായിരിക്കണം. യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരനെ, ഇന്ന് ഏറ്റവും വിഷമിച്ച് പറയുവാൻ അല്ലെങ്കിൽ കഴിയാതെ പോകുന്ന ഒരു വാക്കാണ് എന്നോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ മറ്റൊരുവൻ നമ്മുടെ എതിരെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ക്ഷമിക്കുക. ഇത് രണ്ടും ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം പലപ്പോഴും നാം കേൾക്കുന്നത്, നിങ്ങൾക്കറിയില്ല അവരെന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്, ഞാൻ ഒരിക്കലും അവരെ ക്ഷമിക്കുകയില്ല, അവർ കാരണം ഞാൻ കടന്നുപോയ വേദന അറിയില്ല, അല്ലെങ്കിൽ ദൈവം അവരോട് പ്രവർത്തിക്കട്ടെ എന്നാൽ ഞാൻ ക്ഷമിക്കാം. ഇതൊക്കെയാണ് നാം പലപ്പോഴും കേൾക്കുന്നത്. നാം ഒരു നിമിഷം നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സാഹചര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ദൈവം അപ്രകാരം നമ്മളോട് പ്രതികരിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഞാനോ നിങ്ങളോ ഈ ഭൂമുഖത്ത് നിലനിൽക്കുവാൻ പോലും കഴിയാതെ പോയേനെ. ദൈവം കണക്കുകളില്ലാതെ നമ്മളോട് ക്ഷമിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നാം ഈ ഭൂമുഖത്ത് ഈ സമയത്ത് ഇപ്രകാരം ജീവിക്കുവാൻ അല്ലെങ്കിൽ ശ്വാസമെടുക്കുവാൻ കഴിയുന്നത്. നാം ഏകദേശം 4 വർഷം മുമ്പ് കടന്നു വന്ന പ്രതിസന്ധി മറന്നുപോയൊരവസ്ഥയിലാണ്. ജീവശ്വാസത്തിനെ പ്രതിസന്ധിയിലാക്കിയ ഒരു കാലയളവായിരുന്നു അന്ന്. ആ മഹാമാരി കടന്നു വന്നപ്പോൾ പരസ്പരം ഭവനത്തിനുള്ളവർക്ക് പോലും ഒന്നൊരസ്വസ്ഥത വന്നാൽ അവരെ വേറിട്ടൊരു മറ്റു മുറിയിലാക്കി ഒരു ബന്ധമില്ലാതെ ജീവിച്ച അവസ്ഥകൾ. അന്ന് പണവും പ്രതാവും ആരെയും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ കഴിഞ്ഞുപോയി മുമ്പോട്ട് കടന്നു വന്നപ്പോൾ അതിൻ്റെ പ്രതിരോധമായി ഒരുക്കിയിരിക്കുന്ന വാക്സിനുകളൊക്കെ പരീക്ഷിക്കാത്ത വാക്സിനുകൾ പോലും എടുക്കുവാൻ ജനതകൾ സമ്മതരായി തീരുവാൻ ഇടയായി. കാരണം അവർക്ക് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം കാരണം. അതിൻ്റെ പ്രത്യാഘാതമോ അതിൻ്റെ പ്രതിസന്ധിയോ അതുമൂലമോ ശരീരത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ ഒന്നും വകവെക്കാതെയാണ് അതൊക്കെ അനേകർ സ്വീകരിച്ചത്. കഴിഞ്ഞ നാളുകളിൽ അപ്രകാരം ഒരുക്കിയിരിക്കുന്ന വാക്സിനുകളുടെ പ്രതിസന്ധി മൂലം അനേക മരണങ്ങൾ ആരംഭിച്ചപ്പോൾ ആ വാക്സിനുകൾ ഉണ്ടാക്കിയ ചില കമ്പനികളെങ്കിലും പറയുവാനിടയായി, യഥാർത്ഥത്തിൽ ഇതൊക്കെ ഞങ്ങൾക്കറിയാമായിരുന്നു, ഇതൊക്കെ മറച്ചു വെച്ച അവസ്ഥ. അപ്പോൾ അവിടെയും നാം മനസ്സിലാക്കാതെ പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇതിനെക്കാട്ടി ഏറ്റവും കയ്പ് നിറയ്ക്കുന്നൊരവസ്ഥയാണ് മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ. നാം ഒരുവരെ ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ നമ്മുടെ ജീവിതത്തിൽ അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കയ്പാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. കയ്പിൻ്റെ അവസ്ഥയിൽ ഒരിക്കലും ദൈവത്തിലേക്ക് അടുക്കുവാൻ കഴിയുകയോ ദൈവത്തിൻ്റെ നിത്യഭവനിലേക്ക് പ്രവേശിക്കുവാനോ കഴിയുകയില്ലെന്ന് നാം മനസ്സിലാക്കണം. വ്യക്തതയോടെ പുതിയ നിയമത്തിൽ കർത്താവും അപ്പോസ്തല പിതാക്കന്മാരും ഒക്കെ ലേഖനങ്ങളിൽ കൂടെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ നാം വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അതിച്ചിരി പ്രയാസമുള്ളൊരു കാര്യമായി മാറിയിരിക്കുന്നു. ഒന്ന് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നാം ഒന്ന് താണു പോകുന്ന അവസ്ഥയാണെന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ ഒരു ക്ഷമാപണം പറയണമെങ്കിലും അവിടെയും ഞാൻ എന്തിന് താഴണം? അനേകമായ കുടുംബജീവിതങ്ങൾ തകരുവാൻ ഇടയാകുന്നതിൻ്റെ കാരണം ഈ ഒരു വാക്കാണ്. ഈ ഒരു വാക്ക് ഉണ്ടെങ്കിൽ
ഇംഗ്ലീഷിൽ അത് ഏറ്റവും ഈസിയായിട്ട് പറയുന്നത് സോറി. പക്ഷെ ഇന്ന് അതിനൊരു അർത്ഥമില്ലാത്ത അവസ്ഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സോറി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസവും മുറിപ്പാടുകൾ ഏൽപ്പിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിനൊരർത്ഥമില്ല. ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മായ്ച്ചു കളയുക മാത്രമല്ല, ആ ഒരു പ്രവർത്തനം പിന്നെ ഉണ്ടാകാനും പാടില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ആ അവസ്ഥകൾ എന്താണെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 6:37 കർത്താവ് എത്ര വ്യക്തമായിട്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷയ്ക്കായി വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. ക്ഷമിക്കുവിൻ, എന്നാൽ നിങ്ങളോടും ക്ഷമിക്കും. അപ്പോൾ നാം മറ്റൊരുവനെ ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുകയുള്ളൂ. അസംഖ്യമായ പാപങ്ങൾ ക്ഷമിക്കുവാൻ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. നാം അത് കാണുന്നുണ്ട്. കർത്താവിൻ്റെ ജീവിതത്തിൽ ആ ഒരു പാപമംഗലയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയുവാൻ പറഞ്ഞപ്പോൾ എല്ലാവരും മാറിപ്പോയി. കർത്താവ് പറയുന്നത്, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, ഇനിയും പാപം ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവം കൃപയോട് നമ്മളെ വഴി നടത്തുമ്പോൾ, നമുക്കെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയോ വേദനകൾ സൃഷ്ടിക്കുകയോ ചെയ്ത വ്യക്തികളെ എനിക്കും നിങ്ങൾക്കും ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം യഥാർത്ഥമായ കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടില്ല. കർത്താവിനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ കയ്പിൻ്റെ അവസ്ഥ ഉണ്ടാകുകയില്ല. ആ കയ്പിൽ നിന്ന് വിമോചനം കിട്ടി നമ്മളെ തന്നെ അതിൽ നിന്ന് വിമുക്തമാക്കുവാൻ കഴിയും, മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 6:14-15 ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ അതിക്രമങ്ങൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് അവരുടെ അതിക്രമങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അതിക്രമങ്ങളും ക്ഷമിക്കുകയില്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം നാം മനസ്സിലാക്കണം. നിത്യജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ കർത്താവ് നമ്മുടെ അതിക്രമങ്ങൾ ക്ഷമിക്കണം. അത് ക്ഷമിക്കണമെങ്കിൽ നമ്മളോട് ചെയ്യുന്ന അതിക്രമങ്ങൾ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അവർ കടന്നു വന്ന ശാരീരിക ക്ലേശങ്ങളുടെ ഒരു കാരണം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിലുള്ള കയ്പിൻ്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ശാരീരിക ക്ലേശങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ അവരെ ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ആരും ചിന്തിക്കാറില്ല. നാം ചിന്തിക്കുന്ന ഈ ശാരീരിക ക്ലേശങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകൾ മൂലമാണ്. അല്ല പ്രിയ സഹോദര സഹോദരി, അനേകമായ ശാരീരിക ക്ലേശങ്ങൾ നാം അകപ്പെട്ട് ജീവിക്കാൻ കാരണമുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇമോഷണൽ ചലഞ്ചസ് അല്ലെങ്കിൽ ആ മാനസികമായ പല കാര്യങ്ങൾ കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കാതെ പോകുന്നു. മനസ്സിൻ്റെ വേദന മാറ്റുവാൻ, ഹൃദയത്തിൻ്റെ പ്രതിസന്ധി മാറ്റുവാൻ ആർക്കാ കഴിയുന്നത്? കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷെ അത് കഴിയണമെങ്കിൽ നാം ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. അതായത് നമ്മളെ വേദനിപ്പിക്കുന്നവരെ ക്ഷമിക്കുവാൻ പഠിക്കണം, നമ്മളെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പരിഹസിക്കുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കും. അപ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പല ക്ലേശങ്ങളിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, ദൈവിക സമാധാനത്താൽ നിറയുവാനും സന്തോഷവും സമൃദ്ധിയുമായ ഒരു ജീവിതം നയിക്കുവാനും കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് മുഖാന്തരമായി തീരുന്നത്.
എഫേസ്യരെ ലേഖനം 4:31-32 ഇപ്രകാരമാണ് പറയുന്നത്. എല്ലാ കയ്പും കോപവും എല്ലാ കയ്പും കോപവും ക്രോധവും ആവലാതിയും പരദൂഷണവും സകല തിന്മയും സകല തിന്മയും നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. നിങ്ങൾ പരസ്പരം ദയയും മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ഇവിടെ പറയുന്ന കാര്യം കയ്പ്, കോപം, ക്രോധം, ആവലാതി, പരദൂഷണം, സകല തിന്മകളും. നാം ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ലെന്ന്. ഒരു നിമിഷം നമ്മുടെ പ്രതികരണങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം, കയ്പിൻ്റെ അവസ്ഥയുണ്ട്, കോപത്തിൻ്റെ അവസ്ഥയുണ്ട്, ക്രോധത്തിൻ്റെ അവസ്ഥയുണ്ട്, ആവലാതിയുണ്ട്, പരദൂഷണമുണ്ട്, അനേക തിന്മകളുണ്ട്. നമ്മളോടൊരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ ഉരുളയ്ക്ക് ഉപ്പേരി എന്നുള്ള ഉത്തരമാണ് ഞാൻ നൽകിയെന്ന്. അതിൻ്റെ അർത്ഥം അവനൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ 2 കാര്യം അവനെതിരെ പറഞ്ഞെന്നാണ്. അതല്ല ഒരു ദൈവ പൈതലിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ നമ്മളെ വേദനിപ്പിച്ചാൽ, ദൈവമേ ഇവൻ പറയുന്നത് എന്തെന്നറിയാത്തില്ല, അവനോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അവൻ ചെയ്യുന്നത് എന്തെന്നറിയാത്തതിനാൽ നീ അവനോട് മനസ്സലിവ് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. അപ്രകാരമാണ് ക്ഷമിക്കേണ്ടത്. അല്ലാതെ ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ പിന്നെ കാണുമ്പോൾ മുഖം മറച്ച് നടക്കുക, അല്ലെങ്കിൽ ഒരു കാലത്തും അവരോട് സംസാരിക്കുകയില്ല. അവിടെ ക്ഷമയില്ല സഹോദര സഹോദരി. ക്ഷമയെന്ന് പറയുമ്പോൾ അതെന്നേക്കുമായി നമ്മുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയണം. ആ ക്ഷമയിലേക്ക് വളരണമെങ്കിൽ ദൈവിക സാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്നവരായിത്തീരണം. അപ്പോൾ മാത്രമേ കയ്പും കോപവും ക്രോധവും ആവലാതിയും പരദൂഷണത്തിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. ആവലാതി ഇന്ന് യഥാർത്ഥത്തിൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുവാനുള്ളൊരു കാര്യം ഈ ആവലാതിയാണ്. എല്ലാ കാര്യത്തെ പറ്റി ആവലാതി. നാളെ എന്തു ഭവിക്കും, അടുത്ത നിമിഷം എന്തു ഭവിക്കും, എൻ്റെ ജോലിയുടെ കാര്യത്തിൽ എങ്ങനെ ആയിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ ആയിരിക്കും, ഈ ഭൂമുഖത്തുള്ള എല്ലാ കാര്യത്തെ പറ്റിയും ആവലാതി. യാത്രയ്ക്കൊരുമ്പോൾ അയ്യോ ഇന്നെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ? പ്രിയ സഹോദര സഹോദരി, നിൻ്റെ എല്ലാ വഴികളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ, ദൈവം നടത്തുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഈ ആവലാതിയുടെ ആവശ്യമില്ല. പിന്നെ പരദൂഷണം, 2 പേര് കണ്ടുമുട്ടിയാൽ ഒരു മൂന്നാമൻ്റെ കാര്യം പറയാത്തൊരാരും ഈ ഭൂമുഖത്ത് കാണുകയില്ല. എന്ത് ലാഭം അവിടെ ലഭിക്കുന്നു? നമ്മുടെ നാവിൽ നിന്ന് മറ്റുള്ളവനെ വിധിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതേ കാര്യം നമുക്ക് തിരിച്ചു വരുമെന്ന് നാം മറന്നു പോകുന്നു. അതാണ് നാം ആദ്യം വിധിക്കരുത്, എന്നാൽ നിങ്ങളും വിധിക്കപ്പെടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനം എങ്ങനെയാണ് അതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് 32 പറയുന്നത്, നിങ്ങൾ പരസ്പരം ദൈവം മനസ്സുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ദൈവം മനസ്സലിവും ഇന്ന് ഈ ഭൂമുഖത്തില്ലാത്ത 2 കാര്യമാണ്. ദൈവം മനസ്സ്. എല്ലാവരും ഓട്ടത്തോടോട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്നാണ്, അവൻ ഫസ്റ്റ് ആണെങ്കിൽ നീ അവനെക്കാട്ടി മുമ്പിൽ ഫസ്റ്റ് ആകാൻ പഠിക്കണം. അസൂയയുടെ വിത്ത് പകരുന്ന അവസ്ഥ വളർന്നു കഴിയുമ്പോൾ അറിയില്ല എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നത്. ആരോടൊരു കരുണയില്ല, ആരെയും സ്നേഹിക്കുന്നില്ല. അതിന് കാരണം ഞാനും നിങ്ങളുമാണെന്ന് മനസ്സിലാക്കാതെ പോകുന്ന അവസ്ഥയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസ്വഭാവത്തിൽ വളർത്തുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കൂടെ നയിക്കുവാൻ, ബലഹീനനെ കരം പിടിച്ച് നടത്തുവാൻ നാം പഠിപ്പിക്കണം. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവനെ എപ്രകാരം നേടാൻ കഴിയുമെന്ന് നാം ചിന്തിക്കണം. അല്ലാതെ അവനെ തള്ളിയിട്ട് മുന്നോട്ട് പോകുന്നതല്ല ദൈവത്തിൻ്റെ പ്രവർത്തനം. ദൈവത്തിൻ്റെ പൈതലെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മനസ്സല്ലുള്ളവരായി കരുണയുള്ളവരായി ജീവിക്കാൻ പഠിക്കണം. കൊലോസ്യ ലേഖനം 3:13 ഇപ്രകാരമാണ് പറയുന്നത്, അന്യോന്യം വഹിക്കുകയും ഒരുവന് ഒരുവനോട് വഴക്കുണ്ടായാൽ അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവിൻ. ഇവിടെ ഒരു പ്രതിസന്ധിയായാൽ
അവൻ്റെ നാശം കണ്ടിട്ടേ ഇനി ഞാൻ നിൽക്കുകയുള്ളെന്നാണ് പറയുന്നത്. അതല്ല സഹോദരാ സഹോദരി, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്നത് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, നാം ദേവാലയങ്ങളിൽ എല്ലാ ആഴ്ചയും കടന്നുപോയി നാം തിരുമേശയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ന്യായവിധിക്കാകാതിരിക്കണമെങ്കിൽ നാം പരസ്പരം ക്ഷമിക്കുവാൻ പഠിക്കണം. അപ്പോൾ യഥാർത്ഥമായി കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അത് ക്ഷമിച്ചുകൊണ്ട് വേണ്ടിയ രീതിയിൽ അതിനെന്ത് ചെയ്യണമെന്ന് പരസ്പരം ഇരുന്നൊന്ന് സംസാരിക്കുവാൻ കഴിയാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കുടുംബജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയാത്ത അവസ്ഥ. പ്രതിസന്ധികളായിരിക്കുമ്പോൾ ഒന്ന് പരസ്പരം ഇരുന്ന് ഇതായിരുന്നു കാര്യം, ഇത് നമുക്ക് അതിജീവിക്കേണ്ടിയിരിക്കുന്നു, ഒന്ന് പരസ്പരം വാർത്താവിനിമയം ചെയ്തു കഴിഞ്ഞാൽ എത്രയോ കുടുംബജീവിതങ്ങളും തകർച്ചയുടെ വക്കിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുമായിരുന്നു. അതിനു പകരം അത് വലിഞ്ഞ് ഒരു ഇലാസ്റ്റിക് വലിയുന്ന പോലെ വലിഞ്ഞ് പൊട്ടിക്കഴിയുമ്പോൾ ആർക്കും പിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കുടുംബജീവിതമായാലും ആത്മീയ ജീവിതമായാലും വ്യക്തി ജീവിതമായാലും അതിൻ്റെ അവസ്ഥ എന്തെന്നൊന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1 പത്രോസ് 4:8 ഇപ്രകാരമാണ് പറയുന്നത്. അത് പറയാനൊരു കാരണമുണ്ട്. പത്രോസിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ക്ഷമയില്ലായിരുന്നെങ്കിൽ, തന്നെ തള്ളിപ്പറഞ്ഞിട്ട് പോലും തന്നെ സ്നേഹിക്കുന്ന കർത്താവിനെ തേടി വന്നതുകൊണ്ടാണ് പത്രോസ്ലിയ ഇപ്രകാരം പറയുന്നത്. സകലത്തിനു മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുവിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹം പാപത്തിൻ്റെ ബഹുത്വത്തെ മറയ്ക്കുന്നു. എത്ര വലിയ പാപിയായിരുന്നിട്ടും കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. കർത്താവ് അവനോട് പറഞ്ഞതാ, ഇന്ന് കോഴി കൂവും മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. ഇല്ല കർത്താവ് എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാകുന്ന കർത്താവിനോട് പറഞ്ഞ പത്രോസ്ലിയാണ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു പോകുന്നത്. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവ്, നീ എന്നെ സ്നേഹിക്കുന്നോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ വിധിക്കുകയല്ല, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, അതുകൊണ്ട് നിൻ്റെ ജീവിതം എങ്ങനായിത്തീരുമെന്നല്ല പറയുന്നത്. നമ്മെ തേടി വരുന്ന കർത്താവ്, നമ്മുടെ പാപം ചെയ്ത പാപത്തിൻ്റെ മധ്യത്തിലേക്കാണ് തേടി വന്നത്. തേടി വന്ന് അവനെ കോരിയെടുത്ത കർത്താവ്. അതുകൊണ്ടാണ് പത്രോസ്ലിയ പറയുന്നത്, സകലത്തിനു മുമ്പിൽ തമ്മിൽ മറ്റു സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബോധത്തെ മറക്കുന്നു. അത് ദൈവം എന്നേക്കും മായ്ച്ചു കളയുന്നു. 1 കൊരിന്ത്യർ 13:4 ഇപ്രകാരമാണ് പറയുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. ദീർഘമായി ക്ഷമിക്കുന്നു. അതായത് അതിരുകളില്ലാത്ത ക്ഷമയാണ്. ദയ കാണിക്കുന്നു, അസൂയപ്പെടുന്നില്ല, നിഗളിക്കുന്നില്ല. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ, അതായത് നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ കഴിയുന്നുള്ളെന്ന് മനസ്സിലാക്കിയുള്ളൂ. അതാണ് പത്രോസ്ലിയെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ്ലിയ കൊരിന്ത്യർ സഭയോട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, പത്രോസ്ലിയ ഒരു കാര്യം ചോദിക്കുന്നു, ഞാൻ എത്ര പ്രാർത്ഥന ക്ഷമിക്കണമെന്ന്. കർത്താവ് അവിടെ പറയുന്ന കാര്യം മത്തായിയുടെ സുവിശേഷം 18:22 വാക്യം വായിക്കുമ്പോൾ, യേശു അവനോട് 7 പ്രാവശ്യമല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 70 പ്രാവശ്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 7 പ്രാവശ്യമല്ല, 770. അപ്പോൾ നമ്മൾ പറയുന്ന 490 പ്രാവശ്യമെന്ന്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അസംഖ്യമായ രീതിയിൽ ക്ഷമിക്കുവാനാണ് അവിടെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നാം പറയുന്നത്, ഞാൻ ഇത്രമാത്രം അവനെ ക്ഷമിച്ചു, ഇന്നും പിന്നെയും. പക്ഷെ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലെ ഓരോ പാപങ്ങൾ ദൈവം കണക്കിട്ട് ക്ഷമിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ 490 അതിനെക്കാട്ടി എത്രയോ മടങ്ങ് നമ്മളോട് ക്ഷമിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ അതിനെ കണക്ക് വെക്കുന്നതിൻ്റെ അർത്ഥം, ദൈവം നമ്മളോട് ക്ഷമിക്കുമ്പോൾ ആ കണക്കിൻ്റെ അവസ്ഥയിലേക്ക് നാം മാറിത്തീരും. 18:35 ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും
അവനവന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പോൾ നാം ക്ഷമിച്ചില്ലെങ്കിൽ ദൈവവും നമ്മളോട് ക്ഷമിക്കുകയില്ല. അപ്പോൾ നിത്യതയിലേക്കുള്ള വാതിൽ അടഞ്ഞെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിത്യജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ട മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ പഠിക്കണം. മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ പഠിച്ചാൽ മാത്രമേ യഥാർത്ഥമായ ക്രൈസ്തവ മൂല്യത്തിലേക്ക് വളരുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തു നൽകുന്ന കൃപകളിൽ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. അനേകരുടെ മുമ്പിൽ നാം വെളിച്ചമായി തീരുകയുള്ളൂ. ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കയ്പിൻ്റെ അവസ്ഥയിൽ നാം മുരടിച്ചു പോകുന്ന അവസ്ഥയായി മാറും. ലൂക്കോസിൻ്റെ സുവിശേഷം 6:36 ഇപ്രകാരമാണ് പറയുന്നത്: അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവനാകുന്നതുപോലെ നിങ്ങളും മനസ്സിലുള്ളവർ ആകുവിൻ. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സ് അലിവുള്ളവരാകുവിൻ. ഇപ്പോൾ പിതാവ് നമ്മളോട് കാണിക്കുന്ന മനസ്സലിവ് മറ്റുള്ളവരോട് കാണിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ആ മനസ്സലിവ് കാണിക്കണമെങ്കിൽ നാം യഥാർത്ഥത്തിൽ കർത്താവിനെ രുചിച്ചറിയേണ്ട ആവശ്യമുണ്ട്, കർത്താവിനെ കാണേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും നമുക്ക് ആ കർത്താവിനെ പൂർണ്ണമായി രുചിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ വ്യക്തി താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അതീതമായി നമുക്കൊന്ന് ചിന്തിക്കുവാനും കഴിയത്തില്ല, പ്രവർത്തിക്കുവാനും കഴിയത്തില്ല. നാം ആയിരിക്കുന്ന കാര്യങ്ങളിൽ, നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ, നാം ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിന് ബദലായി എന്തെങ്കിലും നടന്നാൽ ഇത് കർത്താവിൻ്റെ പ്രവർത്തനമല്ല, എനിക്കിങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല ഒക്കെ പറയും. പക്ഷെ നാം ഒരു കാര്യം മനസ്സിലാക്കാൻ, കർത്താവ് ഇതൊക്കെ പറഞ്ഞത് കർത്താവ് ക്രൂശിലായിരിക്കുമ്പോൾ പറഞ്ഞ വാക്ക് നാം വേദനകളുടെ താഴ്വരയിൽ നിന്നെയും പരിഹാസത്തിൻ്റെ അത്യുച്ച കോടിയാണ് അന്ന് ക്രൂശ് മരണം. നിന്ദിക്കപ്പെട്ട ക്രൂശ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ വിടുതലിൻ്റെ മുഖാന്തരമായ ഒരു ചിഹ്നമായി തീരുന്നെങ്കിൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവ് അവിടെ പറഞ്ഞൊരു കാര്യം നാം ഓർക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്ന് എന്നെയും നിങ്ങളുടെയും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ക്ഷമിക്കണമെങ്കിൽ അത് നിസ്സാരമായ കാര്യങ്ങളാണ്. ആ വേദനയുടെ താഴ്വരയിൽ കർത്താവ് പറയുന്നത് 23:34 കർത്താവ് പറയുന്ന കാര്യം: എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം ചീട്ടിട്ട് വിഭജിച്ചു. ഏറ്റവും കഠിനമായ വേദനയുടെ മധ്യത്തിലും ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയാത്തതിനാൽ അവരോട് ക്ഷമിക്കണമേ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ക്ഷമിക്കാതെ പോകുമ്പോൾ യഥാർത്ഥമായ ഈ കയ്പ് നമ്മളെ അതിൻ്റെ അധീനതയിൽ യഥാർത്ഥമായി നമ്മളെ തളർത്തുന്ന അവസ്ഥയാണ്. ഇംഗ്ലീഷിലൊരു വ്യക്തി പറയുന്നുണ്ട്, റിലീസ് ദം all those bindings of challenges in your life that it will set you free. അതായത് ഈ കയ്പിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായ മായ്ച്ചു കളയുകയാണെങ്കിൽ ദൈവം നമ്മളെ വിടുവിക്കുവാൻ കഴിയും. കയ്പിൻ്റെ അവസ്ഥ, ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ നമ്മളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായി മാറും. കാരണം കഴിഞ്ഞകാല ജീവിതത്തിൽ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ, കഴിഞ്ഞുപോയ നാളുകളെ പറ്റി ചിന്തിച്ച് അവനിങ്ങനെ പ്രവർത്തിച്ച് ഇതൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. കാരണം ആ ഭാരം, ആ കയ്പ് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാകുക മാത്രമല്ല, നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ വാതിലിന് തടസ്സമായി മാറുന്ന അവസ്ഥയാണ്. നിത്യജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ വേണ്ടിയാണ്. നാം ക്ഷമിക്കുവാൻ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം മാത്രമല്ല നിറഞ്ഞു നിൽക്കുന്നത്, ദൈവിക സാന്നിധ്യം, ദൈവിക സമാധാനം നിറഞ്ഞു നിൽക്കുകയും നമ്മളെ അതിൽ നിന്നൊക്കെ വിടുവിച്ച് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യവും വിടുതലും അനുഭവമാക്കാൻ ഇടയാക്കും. നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ജീവിതത്തിൽ ഈ കൈപ്പേറിയ അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് മാറാൻ ദൈവത്തിൻ്റെ ആഹ്വാനമുള്ളപ്പോൾ ആ ക്ഷമയിൽ മറ്റുള്ളവരെ ക്ഷമിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ നാഥ,
കർത്താവ് ഈ സമയത്ത് കർത്താവ് ഞങ്ങളുടെ വചനത്തിൽ കൂടെ കർത്താവെ അടിയങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോട് സ്തോത്രം. കയ്പിൻ്റെ അവസ്ഥയിൽ കടന്നു വന്ന അടിയങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കുറവ് സമ്മതിക്കുന്ന കർത്താവെ അവരുടെ നാശത്തിനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അവസ്ഥകളുണ്ട് കർത്താവ്. അതിൽ നിന്നൊക്കെ മാറ്റി കർത്താവെ ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന്, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ക്രൂശിൽ അങ്ങേ വേദനിപ്പിച്ച, അങ്ങേ ക്രൂശിച്ച കർത്താവെ, ആ ജനത്തോട് ക്ഷമിക്കുവാൻ അങ്ങ് പിതാവിനോട് പ്രാർത്ഥിച്ച പോലെ ആ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് നിത്യതയിലേക്ക് വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.